ഇവിടെ എന്ത് നടക്കുന്നെന്നറിയാൻ പിന്നാലെ ചാരു ഉണ്ട്. രാജീവാ, എന്തിനാ മോനെ എണ്ണീറ്റ് ഇരിക്കുക. അശ്വതി, കുറച്ച് ഫ്രൂട്ട്സാ മോളെ. ആ, എന്തിനാ അമ്മ ഇതൊക്കെ വാങ്ങിച്ചേ? അതൊക്കെ പണ്ടേ ഉള്ള രീതിയല്ലേ എളിയ. വയ്യാതിരിക്കുന്ന ആളെ കാണാൻ വരുമ്പോ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളത്. അല്ലാതെ വെറുതെ കയ്യും വീശി വരാൻ പറ്റില്ലല്ലോ, അല്ലേ മമ്മി? ഞാൻ ചായ എടുക്കാം. എനിക്കൊന്നും വേണ്ട മോളെ. അരവിന്ദ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെന്നിറങ്ങിയപ്പോ മുതൽ എന്റെ മനസ്സിനൊരു സുഖവും ഇല്ല. അരവിന്ദും ശ്രേയയും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. അരവിന്ദ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ശ്രേയമോൾ ഇവനെ വിട്ട് പോയപ്പോ മനസ്സ് നേറിയ എന്റെ മോൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത്രയ്ക്ക് ജീവനാ അരവിന്ദിന് ശ്രേയ. ശരി ആന്റി, ശ്രേയെ പോലൊരു ഭാര്യ നഷ്ടപ്പെടുന്നു തോന്നിയാൽ ആർക്കത് സഹിക്കാൻ പറ്റുക? ഭാര്യയും ഭർത്താവിനും ഇടയിൽ വഴക്കൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് ഇതുപോലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നൊക്കെ തെറ്റാ. ന്യായീകരിക്കാനാവാത്ത തെറ്റ്. ഞാനിത് പറഞ്ഞത് ശ്രേയെ കുറ്റപ്പെടുത്താനല്ല. അരവിന്ദേട്ടന് ശ്രേയോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് ആന്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അരവിന്ദേട്ടന്റെ ഭാഗ്യ ശ്രേയ. എടീ, നിന്നെ പ്രസംഗിക്കാൻ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? അവള് പറഞ്ഞത് ശരിയല്ലേ, പിന്നെ എന്തിനാ വഴക്ക് പറയുന്നത്? അരവിന്ദേട്ടന് നല്ല മനസ്സാ. ശ്രേയ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതം തോന്നരുത്. അക്കുച്ചേട്ടൻ ശ്രേയെ സ്നേഹിച്ചതിനേക്കാളും 1000 മടങ്ങ് അരവിന്ദേട്ടൻ ശ്രേയെ സ്നേഹിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ദിലീപ്, സ്റ്റാഫ് സാർ എത്തിയില്ലേ? മാഡം, അത് ഇന്നാണ് പുതിയ ഗവൺമെന്റിന്റെ നയങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്. ഓക്കെ, ഞാനത് വിട്ടുപോയി. ഞങ്ങള് ഹയർ ഒഫീഷ്യൽസിന്റെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആകാശ് മീറ്റിംഗിന് പോയിട്ടുണ്ടോ? ഇല്ല മാഡം, ആകാശ് സാർ പോയിട്ടില്ല. എന്നിട്ട് ആകാശിനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ എത്തും മാഡം. ആകാശം ഒന്ന് നിന്നേ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ PWDയുടെ കീഴിൽ വരുന്ന എല്ലാ വർക്ക്സിന്റെയും എസ്റ്റിമേറ്റ്സും ബജറ്റും എല്ലാം കളക്ടർ സാർ ചോദിക്കുന്നുണ്ട്. അതെന്തേ? അതെല്ലാം ഫയലാക്കി കഴിഞ്ഞ ആഴ്ച മാഡത്തിന്റെ ടേബിളിൽ വെച്ചിരുന്നു. അതെങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ നടക്കുമ്പോ ഫയലൊന്നും കാണാനോ നോക്കാനോ സമയം ഉണ്ടാവില്ലല്ലോ.
മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ നടക്കുന്നവളല്ലേ? ശരി, പണി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം.